ഹായ്, ഞാൻ തോമൻ. കോവിഡിന് മുമ്പും പിമ്പും കുട്ടികളിലുണ്ടായ വ്യത്യാസം വലുതാണ്. കുട്ടികൾ ഒട്ടും സോഷ്യൽ അല്ലാതായി കുറേ പേര്. അവർ കുറേയും കൂടെ അവരിലേക്ക് തന്നെ ഒതുങ്ങി. മൊബൈലും അവരും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് മണിക്കൂറുകളോ ദിവസങ്ങളോ ഇരിക്കുന്നതിന് ഒരു കുഴപ്പമില്ലാണ്ടായി. കളിക്കാൻ പോകാനോ കൂട്ടുകൂടാനോ ആൾക്കാരോട് മിണ്ടാനോ ഇൻട്രാക്ട് ചെയ്യാനോ അവരുടെ സന്തോഷമൊക്കെ ഒന്ന് കുറഞ്ഞു. നമ്മൾ കണ്ടിട്ടുണ്ടാവും, കോവിഡ് കഴിഞ്ഞിട്ട് സ്ട്രെസ്സും ഡിപ്രഷനും എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പല സ്കൂളുകളിലും കോളേജുകളിൽ ചെല്ലുമ്പോഴും അവർ പറയണു അവർക്ക് കുട്ടികൾക്ക് സ്പോർട്സ് വേണം, ആർട്സ് ഡേ വേണം, ഓണം വേണം, സെലിബ്രേഷൻസ് വേണം. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ തന്നെ മിക്ക സ്കൂളുകളും മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും പറയുന്നത് അറ്റൻഡൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 25% ഉള്ളൂ. ബാക്കി കുട്ടികൾ എന്ത് ചെയ്യും? അവർ ദേ ആർ ഹാപ്പി ബീയിങ് ഇൻ ദെയർ ഹോം. അവർ ഒറ്റയ്ക്ക് വീട്ടിൽ അങ്ങനെ ഇരിക്കുന്നതിന് അവർക്ക് ഒരു വിരോധവും ഇല്ല എന്നുള്ളൊരു കണ്ടീഷനായിപ്പോയി. മുമ്പ് ഇതൊരു പാറ്റേൺ ആയിരുന്നു, ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നു. അത് കഴിഞ്ഞപ്പം ആക്റ്റീവ് അല്ലാതെ ഫ്രോസൺ സ്റ്റേജിലേക്ക് പോയി എന്നുള്ളതും സത്യം തന്നെയാണ്. അപ്പം ഇതിനെ എന്ത് ചെയ്യാം എന്നുള്ള ടീച്ചേഴ്സിനോടൊക്കെ പലരോടും പറയുമ്പോഴും അവർക്ക് ആ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് അവർക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഒരു ക്യാമ്പ്, ടിങ്കർ ചാമ്പ്സ് എന്ന് പറഞ്ഞൊരു ക്യാമ്പിനെ കുറിച്ച് ആലോചിച്ച് വന്നത്. അതിൽ നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ പലരും കാണും അതിൽ കുറേ അഡ്വഞ്ചറസ് ഉണ്ടാവും, കുറേ അങ്ങനെയല്ല. അതിനകത്ത് കുറേ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കുട്ടികൾ തമ്മിൽ ഇൻട്രാക്ഷൻസും അവരെല്ലാവരും കൂടെ എടുക്കേണ്ട ഡിസിഷൻസും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസും കമ്മ്യൂണിക്കേഷനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ആ 3 ദിവസം കഴിയുമ്പോഴേക്കും ആ കുട്ടിയിൽ കാണുന്ന വ്യത്യാസം വളരെ ഒബ്വിയസ് ആണ്. അത് പല പേരൻസിൻ്റെ നിന്നും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ വെറും 24 പേര്, അവരെ പോലും കിട്ടാൻ വലിയ പാടായിരുന്നു. 4ാമത്തെ ടിങ്കർ ചാമ്പ്സ് കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ 100ൻ്റെ അപ്പുറം പോരുത് എന്ന് പറഞ്ഞ അമ്മാതിരി പ്രഷർ ഉണ്ടായിട്ട് 118ലാണ് കൊണ്ട് നിർത്തിയത്. കുറേ പേരോട് സോറി നോ പറയേണ്ട വന്നു. ഇനി അടുത്ത ടിങ്കർ ചാമ്പ്സ് വരുന്നുണ്ട്, അതിനും ഐ എം എക്സ്പെക്ടിങ് എ ബിഗ് നമ്പർ. കാരണം ദിസ് ഇസ് എ വെരി പെർട്ടിനൻറ്റ് പ്രോബ്ലം. കാരണം കുട്ടികൾ ഇനി അങ്ങോട്ട് പോകും തോറും അവരിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളതും ഇത് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെ പലരും പല കാര്യങ്ങളും ഉണ്ടാവട്ടെ, കുട്ടികളൊക്കെ അതിൽ വളരെ ആക്റ്റീവ് ആവട്ടെ, വീണ്ടും സോഷ്യലൈസേഷൻ്റെ ഭാഗത്തൊക്കെ പഴയ പോലെ ആവട്ടെ എന്നും അവരുടെ സ്ട്രെസ് ലെവലും ഡിപ്രഷനും ഒക്കെ കുറയട്ടെ എന്നും അവർ വളരെ ആക്റ്റീവ് ആവട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.